ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മാതൃകാ ചോദ്യപേപ്പറാണ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാനിന് ശ്രമിക്കുന്നവർക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താഴെ പറയുന്നവയിൽ ഉൽപ്പന്നങ്ങളുടെ വിപണന മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നതേത്? ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് പരസ്യ ആസൂത്രണം, വില നിശ്ചയിക്കൽ, വിറ്റഴിക്കൽ തന്ത്രങ്ങൾ. താഴെ പറയുന്നവയിൽ ഉൽപ്പന്നങ്ങളുടെ വിപണന മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നതേത്? പരസ്യ ആസൂത്രണം, വില നിശ്ചയിക്കൽ, വിറ്റഴിക്കൽ തന്ത്രങ്ങൾ. ഉൽപ്പന്നങ്ങളുടെ ഭാവി കൈമാറ്റ വസ്തുക്കൾ ചർച്ച ചെയ്യപ്പെടുന്ന രംഗമേത്? വിൽപ്പന മാനേജ്മെൻറ്റ്. ഉൽപ്പന്നങ്ങളുടെ ഭാവി കൈമാറ്റ വസ്തുക്കൾ ചർച്ച ചെയ്യപ്പെടുന്ന രംഗമേത്? വിൽപ്പന മാനേജ്മെൻറ്റ്. താഴെ പറയുന്നവയിൽ വിൽപ്പന മാനേജ്മെൻറ്റിൽ ഉൾപ്പെടാത്തതേത്? ചരക്കു സംരക്ഷണം. താഴെ പറയുന്നവയിൽ വിൽപ്പന മാനേജ്മെൻറ്റിൽ ഉൾപ്പെടാത്തതേത്? ചരക്കു സംരക്ഷണം. വിൽപ്പന നയങ്ങൾ, ഉൽപ്പാദനത്തിൻ്റെ വിതരണം, വിവിധ വിതരണ ശൃംഖലകളുടെ താരതമ്യ പഠനം തുടങ്ങിയവയിൽ തീരുമാനമെടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന പ്രവർത്തനമേത്? വിൽപ്പന മാനേജ്മെൻറ്റ്. വിൽപ്പന നയങ്ങൾ, ഉൽപ്പന്നത്തിൻ്റെ വിതരണം, വിവിധ വിതരണ ശൃംഖലകളുടെ താരതമ്യ പഠനം തുടങ്ങിയവയിൽ തീരുമാനമെടുക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന പ്രവർത്തനമേത്? വിൽപ്പന മാനേജ്മെൻറ്റ്. ആധുനിക വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ പരമമായ ലക്ഷ്യമെന്ത്? ഉപഭോക്താക്കളുടെ സംതൃപ്തി. ആധുനിക വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ പരമമായ ലക്ഷ്യമെന്ത്? ഉപഭോക്താക്കളുടെ സംതൃപ്തി. വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തതേത്? സർക്കാരിനോടുള്ള കടമകൾ. വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തതേത്? സർക്കാരിനോടുള്ള കടമകൾ. താഴെ പറയുന്നവയിൽ വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ ഭരണനിർവഹണ ധർമ്മമേത്? ഇവയെല്ലാം പെടും. വിൽപ്പനയുടെ ആസൂത്രണവും പ്രവചനവും, സംഘടിപ്പിക്കലും വ്യാപാരവും, ഏകോപനവും നിയന്ത്രണവും. താഴെ പറയുന്നവയിൽ വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ ഭരണനിർവഹണ ധർമ്മമേത്? ഇവയെല്ലാം പെടും. വിൽപ്പനയുടെ ആസൂത്രണവും പ്രവചനവും, സംഘടിപ്പിക്കലും വ്യാപാരവും, ഏകോപനവും നിയന്ത്രണവും. വിൽപ്പന മാനേജ്മെൻറ്റിലെ പ്രവൃത്തി നിർവഹണ ധർമ്മം അല്ലാത്തതേത്? വിൽപ്പനക്കാരുമായുള്ള ഇടപെടൽ. വിൽപ്പന മാനേജ്മെൻറ്റിലെ പ്രവൃത്തി നിർവഹണ ധർമ്മം അല്ലാത്തതേത്? വിൽപ്പനക്കാരുമായുള്ള ഇടപെടൽ. വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ ഉപദേശക ധർമ്മത്തിൽപ്പെടുന്ന വിഷയമേത്? ഇവയെല്ലാം ഉൾപ്പെടും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, വില നിയന്ത്രണം, വ്യക്തിഗത വിൽപ്പന. വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ ഉപദേശക ധർമ്മത്തിൽപ്പെടുന്ന വിഷയമേത്? ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, വില നിയന്ത്രണം, വ്യക്തിഗത വിൽപ്പന ഇവയെല്ലാം ഉൾപ്പെടും. വിൽപ്പന മാനേജ്മെൻറ്റിൽ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങിയ കാലഘട്ടമേത്? ആഗോളവൽക്കരണത്തോടെ. വിൽപ്പന മാനേജ്മെൻറ്റിൽ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങിയ കാലഘട്ടമേത്? ആഗോളവൽക്കരണത്തോടെ. താഴെ പറയുന്നവയിൽ വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം അല്ലാത്തതേത്? കേസുകൾ കൈകാര്യം ചെയ്യൽ. താഴെ പറയുന്നവയിൽ വിൽപ്പന മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം അല്ലാത്തതേത്? കേസുകൾ കൈകാര്യം ചെയ്യൽ. വളരെ സാധാരണമായ ഘടനയും സ്വതന്ത്രമായ ജോലി അന്തരീക്ഷവുമുള്ള സ്ഥാപനങ്ങളേവ? ലൈൻ ടൈപ്പ് സ്ഥാപനങ്ങൾ. വളരെ സാധാരണമായ ഘടനയും സ്വതന്ത്രമായ ജോലി അന്തരീക്ഷവുമുള്ള സ്ഥാപനങ്ങളേവ? ലൈൻ ടൈപ്പ് സ്ഥാപനങ്ങൾ.
വിദഗ്ധരെ സ്റ്റാഫ് മാനേജർമാരായി നിയമിക്കുന്നത് ഏതുതരം സ്ഥാപനങ്ങളാണ്? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. വിദഗ്ധരെ സ്റ്റാഫ് മാനേജർമാരായി നിയമിക്കുന്നത് ഏതുതരം സ്ഥാപനങ്ങളാണ്? ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. വിൽപ്പനയുടെ വിവിധ പ്രവർത്തനങ്ങളെയും ധർമ്മങ്ങളെയും വേർതിരിച്ച് അതത് വിദഗ്ധരുടെ കീഴിൽ രൂപപ്പെടുത്തുന്നതും അത്ര പ്രചാരത്തിലില്ലാത്തതുമായ സ്ഥാപനങ്ങളേവ? ഫങ്ഷണൽ സെയിൽസ് സ്ഥാപനം. വിൽപ്പനയുടെ വിവിധ പ്രവർത്തനങ്ങളെയും ധർമ്മങ്ങളെയും വേർതിരിച്ച് അതത് വിദഗ്ധരുടെ കീഴിൽ രൂപപ്പെടുത്തുന്നതും അത്ര പ്രചാരത്തിലില്ലാത്തതുമായ സ്ഥാപനങ്ങളേവ? ഫങ്ഷണൽ സെയിൽസ് സ്ഥാപനം. പ്രാദേശികതല സ്ഥാപനങ്ങൾ, ഉൽപ്പന്നതല സ്ഥാപനങ്ങൾ, ഉപഭോക്തൃ സ്ഥാപനങ്ങൾ എന്നീ 3 വകഭേദങ്ങളുള്ളത് ഏതിനം സ്ഥാപനങ്ങൾക്കാണ്? ഫീൽഡ് ഫോഴ്സ് ടൈപ്പ് ഓർഗനൈസേഷൻ. പ്രാദേശികതല സ്ഥാപനങ്ങൾ, ഉൽപ്പന്നതല സ്ഥാപനങ്ങൾ, ഉപഭോക്തൃ തല സ്ഥാപനങ്ങൾ എന്നീ 3 വകഭേദങ്ങളുള്ളത് ഏതിനം സ്ഥാപനങ്ങൾക്കാണ്? ഫീൽഡ് ഫോഴ്സ് ടൈപ്പ് ഓർഗനൈസേഷൻ. വ്യക്തമായ ആസൂത്രണവും നിയന്ത്രണ വിധേയമായ നിർദ്ദേശങ്ങളുടെ ഫലമായി ഉൽപ്പാദന രംഗത്ത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വിൽപ്പന രംഗത്തും ഈ വിധ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എപ്രകാരം അറിയപ്പെടുന്നു? മെർക്കൻഡൈസിംഗ്. വ്യക്തമായ ആസൂത്രണവും നിയന്ത്രണ വിധേയമായ നിർദ്ദേശങ്ങളുടെ ഫലമായി ഉൽപ്പാദന രംഗത്ത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വിൽപ്പന രംഗത്തും ഈ വിധ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എപ്രകാരം അറിയപ്പെടുന്നു? മെർക്കൻഡൈസിംഗ്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ശരിയായ അളവിലും തൂക്കത്തിലും വിലയിലും ശരിയായ സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുന്ന ആസൂത്രണമേത്? മെർക്കൻഡൈസിംഗ്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ശരിയായ അളവിലും തൂക്കത്തിലും വിലയിലും ശരിയായ സ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുന്ന ആസൂത്രണമേത്? മെർക്കൻഡൈസിംഗ്. വിൽപ്പനക്കാരൻ ഏകോപന ശ്രമം നടത്തേണ്ട മേഖല ഏത്? ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് വിപണന തന്ത്രങ്ങൾ, ആസൂത്രണം, വിതരണ ശൃംഖല. വിൽപ്പനക്കാരൻ ഏകോപന ശ്രമം നടത്തേണ്ട മേഖല ഏത്? വിപണന തന്ത്രങ്ങൾ, ആസൂത്രണം, വിതരണ ശൃംഖല ഇവയെല്ലാം ഉൾപ്പെടും. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന നിയമമേത്? സാധന വിൽപ്പന നിയമം. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന നിയമമേത്? സാധന വിൽപ്പന നിയമം. ഏത് വർഷമാണ് സാധന വിൽപ്പന നിയമം പാസാക്കിയത്? 1930. ഏത് വർഷമാണ് സാധന വിൽപ്പന നിയമം പാസാക്കിയത്? 1930. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നവയാണ്? സാധന വിൽപ്പന നിയമം. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നവയാണ്? സാധന വിൽപ്പന നിയമം. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന അവശ്യ സാധന നിയമം പാസാക്കിയ വർഷമേത്? 1955. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന അവശ്യ സാധന നിയമം പാസാക്കിയ വർഷമേത്? 1955. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് ഉപകരിക്കുന്ന നിയമമേത്? അളവ് തൂക്ക നിലവാര നിയമം. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് ഉപകരിക്കുന്ന നിയമമേത്? അളവ് തൂക്ക നിലവാര നിയമം. അളവ് തൂക്ക നിലവാര നിയമം പാസാക്കിയ വർഷമേത്?
1976. അളവ് തൂക്ക നിലവാര നിയമം പാസാക്കിയ വർഷം ഇത്. 1976. അളവ് തൂക്ക നിലവാരം ഉറപ്പാക്കുന്ന വകുപ്പ് ഇത്. ലീഗൽ മെട്രോളജി വകുപ്പ്. അളവ് തൂക്ക നിലവാരം ഉറപ്പാക്കുന്ന വകുപ്പ് ഇത്. ലീഗൽ മെട്രോളജി വകുപ്പ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഇത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഇത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഇത്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഇത്. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന സ്ഥാപനമേത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന സ്ഥാപനമേത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനമേത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അതായത് BIS. ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനമേത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, BIS. BIS നൽകുന്ന ഗുണനിലവാര മുദ്ര ഏത്? ISI മുദ്ര. BIS നൽകുന്ന ഗുണനിലവാര മുദ്ര ഏത്? ISI മുദ്ര. ഇന്ത്യയടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന അന്തർദേശീയ സ്ഥാപനമേത്? ISO. ഇന്ത്യയടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന അന്തർദേശീയ സ്ഥാപനമേത്? ISO. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും നൽകുന്ന ഗുണമേന്മ അംഗീകാരമേത്? ISO അംഗീകാരം. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ആശുപത്രികൾ, ബാങ്കുകൾ മുതലായ സേവന സ്ഥാപനങ്ങൾക്കും നിരവധി ഉൽപ്പന്നങ്ങൾക്കും നൽകുന്ന ഗുണമേന്മ അംഗീകാരമേത്? ISO അംഗീകാരം. BIS ഹോൾമാർക്ക്ഡ് മുദ്ര എന്തിൻ്റെ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്? സ്വർണ്ണാഭരണങ്ങൾ. BIS ഹോൾമാർക്ക്ഡ് മുദ്ര എന്തിൻ്റെ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്? സ്വർണ്ണാഭരണങ്ങൾ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്താനുള്ള അന്തർദേശീയ ചിഹ്നമേത്? CE. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്താനുള്ള അന്തർദേശീയ ചിഹ്നമേത്? CE. അഗ്മാർക്ക് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട ചിഹ്നമാണ്? കാർഷിക വന ഉൽപ്പന്നങ്ങൾ. അഗ്മാർക്ക് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട ചിഹ്നമാണ്? കാർഷിക വന ഉൽപ്പന്നങ്ങൾ. FPO മുദ്ര താഴെ പറയുന്നവയിൽ ഏതിനം ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം, നിലവാരം എന്നിവ സാക്ഷ്യപ്പെടുത്തുന്നതാണ്? പഴം, പച്ചക്കറി. FPO മുദ്ര താഴെ പറയുന്നവയിൽ ഏതിനം ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വം, നിലവാരം എന്നിവ സാക്ഷ്യപ്പെടുത്തുന്നതാണ്? പഴം, പച്ചക്കറി. ഐക്യരാഷ്ട്രസഭ
ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷമേത്? 1985. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷമേത്? 1985. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? മാർച്ച് 15. ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? മാർച്ച് 15. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് എന്ന്? 2020 ജൂലൈ 24. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത്? വകുപ്പ് 10. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത്? വകുപ്പ് 10. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.